ഗൈസ്, നമ്മളുടെ NMS എക്സാമിന് 100% ഷുവർ ആയിട്ടും നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം മിസ് ട്രിക്കിലൂടെ നിങ്ങൾക്ക് പറഞ്ഞാലോ? യെസ്, പഠിച്ചു വെക്കാം അല്ലെ? അങ്ങനെയെങ്കിലാ നിങ്ങളുടെ NMS എക്സാമിന്റെ പ്രിപ്പറേഷൻ എവിടെ എത്തി, എത്ര % നിങ്ങൾ എത്തി എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. 80% എത്തിയോ, 70% മിസ്റ്റേക്ക് പഠിച്ചു കഴിഞ്ഞു, എത്ര % നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. യെസ്, അങ്ങനെയെങ്കിലാ ഇതിൽ നിങ്ങൾക്ക് 100% ഷുവർ ആയിട്ടും ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിവിസിബിലിറ്റി, അല്ലെങ്കിൽ ഹരിക്കാൻ പറ്റൂലേ നിങ്ങളോട് ചോദിക്കും. അതായത് 4 നമ്പേഴ്സ് വരും. ഈ 4 നമ്പേഴ്സിൽ ഏതാണ് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത്? 2 കൊണ്ട് ഡിവിസിബിൾ ബൈ 2, അല്ലെങ്കിൽ നോക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത്, 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത്, 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത്. ഇങ്ങനത്തെ ചോദ്യം എപ്പോഴും കാണാറുണ്ട് കേട്ടോ. ഇതിലേതെങ്കിലും ഒക്കെ നമ്പറാണ് എടുത്ത് ചോദിക്കാറ്. ഇതെങ്ങനെയാ ചെയ്യാന്ന് മിസ് പറഞ്ഞു തരട്ടെ. അതായത് ആദ്യത്തെ ആള് ഡിവിസിബിലിറ്റി റൂൾ 2, അതായത് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. എങ്ങനെയാന്ന് മിസ് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഒരു നമ്പർ എടുത്തു, ഈ 2 നമ്പർ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? ഒന്നാമത്തത് നിങ്ങളുടെ അവസാനത്തെ നമ്പറില്ലേ, അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എന്താവണം 0 ആവണം, അല്ലെങ്കിൽ എന്താവണം, അല്ലെങ്കിൽ ഈവൻ നമ്പർ ആവണം, അതായത് ഇരട്ട സംഖ്യ ആവണം. ഓക്കെ, അപ്പൊ നിങ്ങൾ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലേന്ന് എങ്ങനെ നോക്കിയാൽ മതി? ഇത്രയേ ഉള്ളൂ. അവസാനം എത്ര വലിയ നമ്പർ ആണെങ്കിലും അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഈവൻ നമ്പർ, ഇരട്ട സംഖ്യയോ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. സിമ്പിൾ. ഇനി അടുത്തത് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യുക? ഇത്രയേ ഉള്ളൂ. ഇവന്മാരെ തമ്മിൽ ജസ്റ്റ് ഒന്ന് കൂട്ടാം. 1 + 5 + 8 + 3 + 1. 1ഉം 5ഉം 6 ആണ്, 6ഉം 8ഉം 14 ആണ്, 14ഉം 3ഉം 17 ആണ്, 17ഉം 1ഉം 18 ആണ്. ഇതാ നോക്ക്, ഇതിലത്തെ ഡിജിറ്റ്സിനെ കൂട്ടി കഴിഞ്ഞാൽ 18 കിട്ടും. ആ 18നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റൂലേ. 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് 18. 18/3 എന്ന് പറയുന്നത് 6 ആണ് അല്ലെ? അപ്പൊ 18നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും? ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ 3 കൊണ്ട് ഹരിക്കാൻ പറ്റിയ ഒരു സംഖ്യയാണ്. എങ്ങനെയാണ്? ഒരു നമ്പർ തന്നു, അത് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് എങ്ങനെ നോക്കിയാൽ മതി? ഇത്രയേ ഉള്ളൂ. അതിന്റെ ഡിജിറ്റ്സ് തമ്മിൽ കൂട്ടിയാ കിട്ടുന്ന നമ്പർ എന്താണ്? 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കുക. ചെറിയ നമ്പറേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ അടുത്തത് 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് എങ്ങനെയാ നോക്കാന്ന് മിസ് പറഞ്ഞെ. 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കാൻ നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. നിങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പർ 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ പറ്റുമെങ്കിൽ ഇതിന് 6 കൊണ്ടും ഹരിക്കാൻ പറ്റും. നിങ്ങൾ നോക്കിയേ, ഇതിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? യെസ്, അവസാനത്തെ നമ്പർ 2 ആണ്, ഈവൻ നമ്പർ ആണ്, ഇരട്ട സംഖ്യയാണ്, അതുകൊണ്ട് 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇനി 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാനെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവന്മാരെ തമ്മിൽ കൂട്ടി 3ഉം 2ഉം 5 ആണ്, 5ഉം 4ഉം 9 ആണ്, 9ഉം 1ഉം 10, 10ഉം 2ഉം 12. 12നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? യെസ്, 12/3 എന്ന് പറയുന്നത് 4. അപ്പൊ ഇതിനെ 3 കൊണ്ടും ഹരിക്കാൻ പറ്റും, 4 കൊണ്ടും ഹരിക്കാൻ പറ്റും. 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ഒരു നമ്പർ ആണെങ്കിൽ അതിനെന്ത് പറ്റും? 6 കൊണ്ട് ഹരിക്കാൻ പറ്റും. നോക്കാം, നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ലാസ്റ്റ് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലേന്ന് എങ്ങനെ നോക്കിയാൽ മതി അറിയോ? സെയിം as 3. അതായത് നമ്മൾ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലേ എങ്ങനെയാ നോക്കിയത്? നമുക്ക് ഡിജിറ്റ്സ് തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ആ ഒരു സമ്മ് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലേ നോക്കി അല്ലേ? അത്രേ ചെയ്തിട്ടുള്ളൂ. ആ സെയിം പ്രൊസീജിയർ ഇവിടെയും ചെയ്താൽ മതി. അതായത് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലേ നോക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവന്മാരെ തമ്മിൽ കൂട്ടുന്നു. 5ഉം 4ഉം 9 ആണ്, 9ഉം 4ഉം 13 ആണ്, 13ഉം 5ഉം 18 ആണ്. 18 കിട്ടി. 18 നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? യെസ്, 6 ആണ്. അപ്പൊ എന്താണ്? ഇത് ഡിവിസിബിൾ ബൈ 3 ആണ്. ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 9 ആയിരിക്കും. സിമ്പിൾ. അപ്പൊ നമ്മൾ 4 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്നാമത്തേത് 2 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ എന്താവണം? അവസാനത്തെ നമ്പർ 0 അല്ലെങ്കിൽ ഈവൻ നമ്പറോ ഇരട്ട സംഖ്യയോ ആവണം. 3 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ നമ്പേഴ്സിനെല്ലാരെയും കൂടി കൂട്ടിയിട്ട് നമുക്ക് കിട്ടുന്ന സംഖ്യ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റിയ ഒരു സംഖ്യ ആയിരിക്കണം. 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇനി 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ആണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? അതിന് 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് 6 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇനി അടുത്ത് 9 കൊണ്ട് ഡിവിസിബിൾ ബൈ 9 ആണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? സെയിം as 3, അതായത് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. അങ്ങനെയെങ്കിൽ 9 കൊണ്ടും ഹരിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കുള്ള ഇതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ഇതുപോലെ NMSഉം പഠിക്കണം, അതിന്റെ കൂടെ 8ാം ക്ലാസ്സും അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള മക്കൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എടാ, നിങ്ങൾക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണ് നമ്മളുടെ ക്ലാസ് 8ന്റെ പ്രീ ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഡിസംബറിലാണ് നിങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു
ക്രിസ്മസ് എക്സാമും വരുന്നത്, അതുപോലെ NMMS എക്സാമും വരുന്നത്. ഒരുമിച്ച് രണ്ടിനെയും കൂടെ ക്രാക്ക് ചെയ്യണം, ഒരു ഷെഡ്യൂൾ വെച്ച് പഠിക്കണം. ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ പോലെ പോകണം. എനിക്ക് പഠിപ്പിച്ചു തരാൻ ആരെങ്കിലും വേണം, എനിക്ക് ഫുൾ മാർക്ക് വേണം എന്നുള്ള കുട്ടികളാണെങ്കിൽ ദാ ഇങ്ങോട്ട് പോര്. നമുക്ക് ഇപ്പോൾ ബാച്ച് കിട്ടാൻ പോകുന്നത് 2499 ആണ്. November 7 വരെ ഉള്ളൂ കേട്ടോ ഈ ഓഫർ. ഈ ഒരു ഓഫർ ഞാൻ അവസാനം പറയാൻ കാരണം എന്താ അറിയോ, എടാ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ കേട്ട് ഈ ഒരു വീഡിയോ കേട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളാണ്. പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ഓഫർ എന്ന് പറയുന്നത്. പക്ഷെ വേറൊരു ട്രിക്കും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ഓഫറിൽ. അതായത് നമുക്ക് താഴെ നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പ്രീ ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്ന ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ടാവും. ആ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേരും ക്ലാസ്സും നമ്പറും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് എല്ലാവർക്കും ഈ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചിന്തിച്ച് നോക്കുകയാണ്, ഞാൻ പഠിക്കണോ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ചേരണോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വീട്ടിലൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് ചേർന്നാലും നോ പ്രോബ്ലം, അന്ന് നിങ്ങൾക്ക് ഓഫർ ഉണ്ടാവും. ഓഫർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഓഫർ കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ഒരു രജിസ്ട്രേഷൻ ഫോം എന്ത് ചെയ്യണം, ഒന്ന് ഫില്ല് ചെയ്തിട്ടണം. ഓക്കെ, അപ്പോൾ ഒറ്റ ആളും മറക്കരുത്. ഇവിടെ എത്ര പേര് എൻ്റെ ക്ലാസ്സിൽ അവസാനം വരെ കേട്ടുന്നോ ആ മക്കളെല്ലാവരും ആ ബാച്ചിലെ രജിസ്ട്രേഷൻ ഫോമിൽ ഒന്ന് ഫില്ല് ചെയ്തിടുക. എന്നിട്ട് നിങ്ങൾ പിന്നെ ആലോചിച്ചാൽ മതി ചേരണോ ചേരണ്ടേ എന്നുള്ളതൊക്കെ. ഓക്കെ, അങ്ങനെയെങ്കിലടാ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.